ഹലോ ഹലോ ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. മിസ് കേൾക്കാം. ഓക്കെ ഓക്കെ. സോ ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അനാലിസിസിൻ്റെ. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതായത് എസ്സേയുടെ പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. സോ നമുക്കത് സോൾവ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ പേനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. സോ ഫസ്റ്റ് വൺ, സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? മിസ് കാണാം. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഓഫ് എ പ്രോപ്ഡ് ക്യാൻഡിലിവർ ബീം. സോ ഒരു പ്രോപ്ഡ് ക്യാൻഡിലിവർ ബീമിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എത്ര വരും? നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞോളൂ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഓഫ് എ പ്രോപ്ഡ് ക്യാൻഡിലിവർ. സൈഡിൽ കീ ഉണ്ട്, അതിനകത്തേക്ക് നോക്കണ്ട. എത്രയാണ് പ്രോപ്ഡ് ക്യാൻഡിലിവറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി? ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പ്രോപ്ഡ് ക്യാൻഡിലിവറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 ആണ്. ഓക്കെ. സോ ദിസ് എ പ്രോപ്ഡ് ക്യാൻഡിലിവർ. സോ ഒരെൻഡ് ഫിക്സഡ് ആണ്. ഫിക്സിറ്റിയുടെ അവിടെ നമുക്ക് 3 സപ്പോർട്ട് റിയാക്ഷൻസ് വരും. ദെൻ നെക്സ്റ്റ് ഫാർ എൻഡ് എന്ന് പറയുന്നത് റോളർ സപ്പോർട്ട് ആയിരിക്കും. സോ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് വരുന്നത്. ടോട്ടൽ 4 നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണുള്ളത്. ഇക്വിലിബ്രിയം ഇക്വേഷൻ 3. സോ 4 മൈനസ് 3 ഈക്വൽ ടു 1. ഓക്കെ. സോ പ്രോപ്ഡ് ക്യാൻഡിലിവറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാനീസ് മെത്തേഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്യാനീസ് മെത്തേഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ക്യാനീസ് മെത്തേഡ് എന്നുള്ള ക്വസ്റ്റ്യൻ, ക്യാനീസ് മെത്തേഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഏത് മെത്തേഡാണ്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. കറക്റ്റ് ആണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. ക്യാനീസ് മെത്തേഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. നെക്സ്റ്റ്, a 3-hinged parabolic arch is subjected to a UDL of 30 kilonewton per meter on the left half of the span, and it has a span of 16 meter and a central rise of 3 meter. The horizontal thrust at the left support will be. So ഒരു 3-hinged parabolic arch ആണ്. ആർച്ചിന്റെ ലെഫ്റ്റ് ഹാഫിൽ ഒരു 30 കിലോന്യൂട്ടൺ ലോഡ് തന്നിട്ടുണ്ട്. 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ UDL ആണ്. ടോട്ടൽ സ്പാൻ 60 മീറ്റർ. സെൻട്രൽ റൈസ് തന്നിട്ടുണ്ട് 3 മീറ്റർ. സോ ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അറ്റ് ലെഫ്റ്റ് സപ്പോർട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മൾ സോൾവ് ചെയ്യാൻ വേണം, അല്ലാതെ വെറുതെ നമുക്ക് നോക്കി എഴുതാൻ പറ്റത്തില്ല. സോ സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ഇതിന്റെ 2 സപ്പോർട്ട് റിയാക്ഷൻസ് VA ആൻഡ് VB കാൽക്കുലേറ്റ് ചെയ്യുക. സോ VA ആൻഡ് VB കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ 3-hinged parabolic arch, 3 hinge ആണ്, വിത്ത് സബ്ജക്റ്റഡ് ടു എ UDL ഓൺ ലെഫ്റ്റ് ഹാഫ് സ്പാൻ. സോ 8 മീറ്റർ ആണ് UDLന്റെ ലെങ്ത്. ടോട്ടൽ സ്പാൻ ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത് 16 മീറ്റർ ആയിരുന്നു ടോട്ടൽ സ്പാൻ. ആൻഡ് ദ സെൻട്രൽ റൈസ് ഈസ് 3 മീറ്റർ. സോ സെൻട്രൽ റൈസ് 3 മീറ്റർ ആണ്. So first you have to find out VA and VB. Okay. So VA and VB കാണണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ കാണുക. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുക. ഇതൊക്കെ എക്സാമിന് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. 8 മീറ്റർ ആണ്. സോ നമുക്ക് VA ആൻഡ് VB കിട്ടണമെങ്കിൽ ടേക്ക് മൊമെന്റ് അബൌട്ട് A എടുത്തു കഴിഞ്ഞാൽ VB കിട്ടും. സോ മൊമെന്റ് അബൌട്ട് A എടുത്തു കഴിഞ്ഞാൽ വരുന്നത് സിഗ്മ MA which is equal to minus VB into total span 16 ആണ്. minus VB into 16 plus ലോഡ് കൊണ്ടുവരുന്ന മൊമെന്റ് ദാറ്റ് ഈസ് 30 ആണ്. ലോഡ് 8 into 4 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് VB equal to 60 kilonewton കിട്ടും. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് VB equal to 60 കിട്ടും. ഓക്കെ. സോ VB മാത്രം മതി. VB വെച്ചുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാണാൻ പറ്റും. VBയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്.
സോ ഇവിടെയാണ് വി ബി വരുന്നത്. വി ബി 60 ഇട്ടും ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാണാൻ ടേക്ക് മൊമെന്റ് അബൌട്ട് പോയിന്റ് സി അല്ലെങ്കിൽ മൊമെന്റ് അബൌട്ട് ക്രൗൺ പോയിന്റ്. ഇതാണ് ക്രൗൺ പോയിന്റ്. അവിടെ ഹിഞ്ച് ആയതുകൊണ്ട് അവിടുത്തെ മൊമെന്റ് 0 ആണ്. സോ മൊമെന്റ് അബൌട്ട് സി എടുക്കുക. ദാറ്റ് ഈസ് സിഗ്മ എം സി വിച്ച് ഇസ് ഈക്വൽ ടു -60 ഇൻറ്റു ഡിസ്റ്റൻസ് 8 ആണ്. -60 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 8 പ്ലസ് h ഇൻറ്റു 3. h ഇൻറ്റു 3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്യാം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും h ഈക്വൽ ടു 160 kilonewton എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് h ഈക്വൽ ടു 160 ആണ്. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 4th ഓപ്ഷൻ ആണ് ഡി. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 160 kilonewton കിട്ടും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് മനസ്സിലായി. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഡിഫോമബിൾ സ്ട്രക്ചർ ഇൻ ഇക്വിലിബ്രിയം under the action of a system of loads is given a small virtual deformation, then the virtual work done by the external force is equal to the virtual work done by the internal forces. So this principle is known as. So ഇന്നലത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് കുറച്ച് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. സോ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് വിർച്വൽ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു വിർച്വൽ വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഫോഴ്സസ് ആണ്. സോ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ആണ്. ഓക്കെ, so if a deformable structure in equilibrium under the action of system of loads is given a small virtual deformation, then the virtual work done by the external force is equal to virtual work done by the internal force. So a theorem എന്ന് പറയുന്നത് principle of virtual work ആണ്. Okay, so next question, a propped cantilever of span L is loaded with the UDL of intensity W per unit length all through the span. Bending moment at the fixed end. ഓക്കെ, ഇവിടെയും ചോദിച്ചിരിക്കുന്ന പ്രോപ്ഡ് കാൻഡിലിവർ ആണ്. പ്രോപ്ഡ് കാൻഡിലിവറിന്റെ ഫിക്സഡ് എൻഡിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോപ്ഡ് കാൻഡിലിവർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. സോ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ ഒരു ഫിക്സഡ് എൻഡിലെ മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഏതെങ്കിലും മെത്തേഡ് വെച്ച് ആ ഒരു എൻ മൊമെന്റ് കണ്ടുപിടിക്കണം. കാരണം ഫിക്സഡ് സപ്പോർട്ടിലെ എൻ മൊമെന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോപ്ഡ് കാൻഡിലിവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, പ്രോപ്ഡ് കാൻഡിലിവർ വരയ്ക്കാം. പ്രോപ്ഡ് കാൻഡിലിവർ സബ്ജക്ട് ടു യു ഡി എൽ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. യു ഡി എൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി എ ആൻഡ് ബി മൊമെന്റ് എം എ ബി ആണ്. മൊമെന്റ് അറ്റ് ദ ഫിക്സഡ് സപ്പോർട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ യു ഡി എല്ലിന്റെ യൂണിറ്റ് W പെർ മീറ്റർ ആണ്. ടോട്ടൽ സ്പാൻ L ആണ്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എം എ ബി ഈക്വൽ ടു എം എഫ് എ ബി എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ്. സോ ഒരു ബീമിൽ യു ഡി എൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ വരുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? ലെഫ്റ്റ് എൻഡിൽ ഇവിടെ വരുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ് WL²/12. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ WL²/12 റൈറ്റ് സപ്പോർട്ടിൽ വരുന്നത് പ്ലസ് WL²/12 ആണ്. ഓക്കെ, ഇത് ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ് കേട്ടോ. തന്നിരിക്കുന്ന ലോഡ് കൊണ്ട് സപ്പോർട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ മൊമെന്റ് ആണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഇത് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ മാത്രമാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ് വരുള്ളൂ, ഒരിക്കലും ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ വരില്ല. സോ ലെഫ്റ്റ് സപ്പോർട്ടിൽ വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ് -WL²/12. സോ മൈനസ് MAB equal to -WL²/12 plus 2EI/L. 2EI/L into slope deflection equation എന്ന് പറയുന്നത് 2EI/L into 2 theta A plus theta B ആണ്. Okay, 2 theta A plus theta B, where theta A and theta B are the slopes at the support A and B ആണ്. എയിലെയും ബിയിലെയും സ്ലോപ്പ് ആണ് തീറ്റ എ ആൻഡ് തീറ്റ ബി. ഇനി ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തീറ്റ എ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇത് ഫിക്സഡ് സപ്പോർട്ട് ആണ്, അവിടെ ഒരിക്കലും റൊട്ടേഷൻ വരില്ല. സോ തീറ്റ എ 0 ആണ്, തീറ്റ ബി മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് വരുന്നത് തീറ്റ ബി ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ ബി. തീറ്റ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട്, അതായത് ബി സപ്പോർട്ടിലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക. ബി സപ്പോർട്ട് എന്ന് പറയുന്നത് ഹിഞ്ച് സപ്പോർട്ടാണ്.
സോ അവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ കിട്ടും. കാരണം ഹിഞ്ചിലുള്ള ബെൻഡിങ് മൊമെന്റ് എപ്പോഴും 0 ആണ്. ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് അവിടുത്തെ മൊമെന്റ് 0 ആണ്. ദാറ്റ് മീൻസ് എം ബി എ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. എം ബി എ ഈക്വൽ ടു 0 ആയിരിക്കും. സോ എം ബി എയുടെ ഇക്വേഷൻ എഴുതാം. എം ബി എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറയാം, പ്ലസ് WL² പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ എ ആണ് എം ബി എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. WL² പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ബി, തീറ്റ എ ഓൾറെഡി 0 ആണ്. ദെൻ ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. സോ ഇത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ ബി. ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് തീറ്റ ബിയുടെ വാല്യൂ കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തീറ്റ ബി എന്ന് പറയുന്നത് തീറ്റ ബി ഈക്വൽ ടു, നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ തീറ്റ ബിയുടെ വാല്യൂ എഴുതാം. തീറ്റ ബി നമുക്ക് കിട്ടുന്നത് -WL³ ഡിവൈഡഡ് ബൈ 48 EI എന്നാണ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ബി കിട്ടും. ആ തീറ്റ ബി നേരെ കൊണ്ടുവന്ന് എം എ ബിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ടൈം 0 ആയി പോവും. തീറ്റ ബി മാത്രമേ ഉള്ളൂ. തീറ്റ ബിക്ക് നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എം എ ബി ഈക്വൽ ടു -WL²/8. ഓക്കെ, സോ -WL²/8 ആണ് ഫിക്സഡ് സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ തീറ്റ ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എം എ ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ എം എ ബി ഇവിടെ പ്ലസും മൈനസും ഒന്നും കൊടുത്തിട്ടില്ല. സോ ആൻസർ WL²/8 ആണ്. ഓക്കെ, സോ WL²/8 ആണ് പ്രോപ്പർട്ടി കാൻഡിലിവറിലെ ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a 3-hinge parabolic arch is subjected to uniformly distributed load of W over the entire horizontal span, then the horizontal thrust will be. ഒരു പരാബോളിക് ആർച്ചിൽ ത്രൂ ഔട്ട് UDL ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട സാധനമാണ്. 3-hinged പരാബോളിക് ആർച്ചിൽ UDL വന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? WL²/8H ആണ്. ഓക്കെ, ഒരിക്കലും അതൊക്കെ ഓർത്ത് വെക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കരുത്, കാണാതെ പഠിച്ചു വെക്കുക. 3-hinge പരാബോളിക് ആർച്ചിൽ UDL ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് WL²/8H. അടുത്തത്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് A+B carries a concentrated load W at a distance A from one end, and if EI is a flexural rigidity of the beam, then deflection under the load will be. Okay, ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എക്സെൻട്രിക് ലോഡിംഗ് ആണ്. ഓക്കെ, എക്സെൻട്രിക് ലോഡിംഗ് വരുമ്പോൾ ഉള്ള അതിന്റെ ഡിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് എക്സെൻട്രിക് ലോഡിംഗ് വരുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. When a simply supported beam subjected to load W at a distance small a from support A, and if this distance is B, and the deflection under the load Y എന്ന് പറയുന്നത്, deflection under the load Y equal to WA²B² divided by 3EI into L ആണ്. ഓക്കെ, ഇതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് W Y equal to WA²B² by 3EI into L. സോ ഇവിടെ എല്ലിന് പകരം തന്നിട്ടിരിക്കുന്നത് A+B എന്നാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിടക്കുന്ന ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് W എന്ന് പറയുന്നത് WA²B² ഡിവൈഡഡ് ബൈ 3EI into L ആണ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് L എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് A+B ആണ്. സോ എല്ലിന് പകരം A+B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. സോ ഇതായിരിക്കും ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ, WA²B²
ഡിവൈഡഡ് ബൈ 3EI ഇൻറ്റു A പ്ലസ് ബി. ഓക്കെ, സോ അതാണ് ഒരു എക്സെൻട്രിക് ലോഡിങ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വന്നു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് എന്ന് പറയുന്നത്. ഇനി സെന്ററിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും ഡിഫ്ലക്ഷൻ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സെന്ററിലാണ് ലോഡ് വരുന്നതെങ്കിൽ നമ്മൾ ഡിഫ്ലക്ഷൻ എത്രയാ? WL³ ഡിവൈഡഡ് ബൈ 48EI. ഓക്കെ, ലോഡ് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL³ ബൈ 48EI ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂക്സ് ലോ ഈസ് വാലിഡ്. ഓക്കെ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഹൂക്സ് ലോ ഈസ് വാലിഡ് only above elastic limit ഉണ്ട്, only within elastic limit, only within plastic limit till breaking of the substance. So only within is elastic limit. Okay, only within elastic limit ആണ് correct answer. Hooke's law is valid only within elastic limit. Next question, the bending moment on a section is maximum where the shear force is. So ഒരു സെക്ഷനിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് 0, മിനിമം, ചേഞ്ചിങ് സൈൻ, മാക്സിമം സൈൻ. സോ ഇതെപ്പോഴും മിക്കവാറും നമ്മൾക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ചിലർ 0 എഴുതും, ചിലർ ചേഞ്ചിങ് സൈൻ എഴുതും. ശരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യണ പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഓൺ എ സെക്ഷൻ ഈസ് മാക്സിമം വേർ ദ ഷിയർ ഫോഴ്സ് ഈസ് ചേഞ്ചിങ് സൈൻ. ചേഞ്ചിങ് സൈൻ ചെയ്യുന്ന ആ കറക്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ആൻസർ PSC ഒരിക്കലും 0 കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാറില്ല. എപ്പോഴും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചേഞ്ചിങ് സൈൻ ആണ്. Bending moment on a section is maximum where shear force is changing sign. Next one, the bending moment diagram for a cantilever carrying uniformly distributed load will be. So cantilever beamile uniformly distributed load ആണെങ്കിൽ bending moment diagramത്തിന്റെ shape എന്ന് പറയുന്നത് triangle, parabola, cubic parabola, rectangle. So correct answer will be parabola. Okay, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ പരാബോളയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ്. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണെങ്കിൽ അത് ക്യൂബിക് പരാബോളയാണ്, അത് ഓർത്ത് വയ്ക്കുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണെങ്കിൽ പരാബോളയായിരിക്കും, ദെൻ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണെങ്കിൽ ക്യൂബിക് പരാബോളയാണ്. ദെൻ the moment of inertia of a circular section about its axis is given by. So circular section de moment of inertia എന്ന് പറയുന്നത് about its axis is pi d raised to 4 by 64 ആണ്. Okay, moment of inertia of a circular section about its axis is given by pi d raised to 4 by 64. അടുത്ത question, a beam of span L carries a concentrated load P at mid span and the work done by the external load. So ചോദിച്ചിരിക്കുന്നത് work done ആണ്. So this is a beam. A beam of span. Just ഒരു beam എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമുക്കത് അസ്യൂം ചെയ്യാം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. Beam of span L carries a concentrated load P at mid span. Mid spanൽ ലോഡ് P ആക്ട് ചെയ്യുന്നു. Work done by external load. ഈ P കൊണ്ട് വരുന്ന വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ബീം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് P ഇൻറ്റു ഡെൽറ്റ ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് ആണ്. ഓക്കെ, സോ ഹാഫ് P ഡെൽറ്റ ആണ് വർക്ക് ഡൺ, ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P ഇൻറ്റു സെന്ററിൽ വരുന്ന, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സെന്ററിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചും ഞാൻ പറഞ്ഞതാണ് WL³ ബൈ 48EI. ഇവിടെ W വരും P ആണ്. സോ ഇറ്റ് ഈസ് PL³ ബൈ 48EI ആണ്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P² L³ ബൈ 48 ഇൻറ്റു 2 96EI. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി P² L³ divided by 96EI ആണ്. So this is the correct answer. Okay. അടുത്ത question. A 3-inch arch of span 20 meter and rise 4 meter carries a uniformly distributed load of 25 kilonewton meter. Horizontal thrust. So ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ നോക്കിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു 3 hinge ആർച്ച് അല്ലെങ്കിൽ പരാബോളിക് ആർച്ചിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്
കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം. കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ 3 ഹിഞ്ച് ആർച്ചിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ WL²/8H ആണ്. ഓക്കെ, WL²/8H ആണ്. W തന്നിട്ടുണ്ട് 25, L തന്നിട്ടുണ്ട് 20, H തന്നിട്ടുണ്ട് 4. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 312.5 ആണ്. ഓക്കെ, സോ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. WL²/8H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is an incorrect assumption in the analysis of truss? Incorrect assumption ആണ് പറഞ്ഞിരിക്കുന്നത്. Options are all joints are pinned, then load applied at joints only, all members are straight, then weight of members are acting at their centers. So ഞാൻ ട്രസ്സിന്റെ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ജോയിന്റിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ട്രസ്സിലെ മെമ്പേഴ്സ് എപ്പോഴും സ്ട്രെയിറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ആക്സിയൽ മെമ്പേഴ്സ് ആണ്. ആ മൂന്നും കറക്റ്റ് ആണ്. സോ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് മെമ്പേഴ്സ് ആർ ആക്ടിങ് അറ്റ് ദ സെന്റേഴ്സ് ആണ്. സോ ദാറ്റ് വിൽ ബി ദ ഇൻകറക്റ്റ് അസംഷൻ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. വെയിറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ആർ ആക്ടിങ് അറ്റ് ദർ സെന്റേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സ്ട്രെയിൻ ഹാർഡനിങ് മെറ്റീരിയൽ അണ്ടർഗോസ് ചേഞ്ചസ് ഇൻ ആറ്റോമിക് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ്, increased resistance to further deformation, stress strain diagram has positive slope, all the above. Okay, strain hardening എന്ന് പറയുന്നത് ആ പ്ലാസ്റ്റിക് അനാലിസിസിൽ വരുന്ന പോർഷൻ ആണ്. സോ സ്ട്രെയിൻ ഹാർഡനിങ് സമയത്ത് മെറ്റീരിയൽ അണ്ടർഗോസ് എക്സസീവ് ഡീഫോർമേഷൻ ആണ്, ഒരുപാട് ഡീഫോർമേഷൻ വരും ആ സ്ട്രെയിൻ ഹാർഡനിങ് പോർഷനിൽ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അപ്പർ ഈൽഡിംഗ് പോയിന്റും ലോവർ ഈൽഡിംഗ് പോയിന്റും കഴിഞ്ഞിട്ട് വരുന്ന പോർഷനിലാണ് സ്ട്രെയിൻ ഹാർഡനിങ് വരുന്നത്. സോ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്താണ് ആ സമയത്ത് വരുന്നത്. ഓക്കെ, സോ മെറ്റീരിയൽ അണ്ടർഗോസ് ചേഞ്ചസ് ഇൻ ആറ്റോമിക് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കറക്റ്റ് ആണ്, കാരണം പ്ലാസ്റ്റിക് സമയത്ത് വരുന്ന റീഗെയിൻ ചെയ്യില്ല. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ മാത്രമാണ് അതിനകത്ത് വരുന്ന ഡീഫോർമേഷൻ റീഗെയിൻ ചെയ്തു. ഓക്കെ, അതും കറക്റ്റ് ആണ്. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്, മൂന്നും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തിൻ ഇലാസ്റ്റിക് റേഞ്ച്. സോ ഇതും ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിലുള്ളതാണ്. എന്തായിരുന്നു ആൻസർ? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി വിത്തിൻ ഇലാസ്റ്റിക് റേഞ്ച് ആണെങ്കിൽ എന്താണ് ആൻസർ? റിസൈലൻസ്. ഓക്കെ, സോ റിസൈലൻസ് ആണ് പ്രോപ്പർട്ടി. എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞത് ജസ്റ്റ് എനർജി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതാണെങ്കിലും കറക്റ്റ് ആണ്. വിത്തിൻ ഇലാസ്റ്റിക് റേഞ്ചിൽ മെറ്റീരിയലിന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് പറയുന്നതാണ് റിസൈലൻസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ആൻസർ. Then a cantilever beam fixed at left carries a UDL W per unit length over the left half portion and a point load is the length of the beam bent നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാൻഡിലിവർ ആണ്, റേറ്റഡ് ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫിക്സഡ് സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് ഉള്ളത്. സോ ഈ ലോഡ് വെച്ചിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് വരുന്നത്. ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. UDL കൊണ്ട് വരുന്ന മൊമെന്റ് ആണെങ്കിൽ ഹലോ കേക്കാവോ? മിസ് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. കട്ടായി പോകുന്നുണ്ടോ? ഇപ്പൊ ലാസ്റ്റത്തെ ആ ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേക്കാവോ? ഇപ്പോഴും ചെറുതായിട്ടൊരു കുഴപ്പമുണ്ട്. ആണോ? ഇത് റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വൈഫൈ റേഞ്ചിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും എങ്ങനെയാണോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ല?
ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നതൊക്കെ ഫുള്ള് ഇതായിരുന്നു. അതായത് ലാസ്റ്റ് അതായത് ഞാൻ ഈ 3 ഹിഞ്ച് ആർച്ച് പറഞ്ഞതാണോ? 3 ഹിഞ്ച് ആർച്ച് അല്ല, അതായത് കാന്റിലിവർ ബീമിന്റെ ഏതാ നിങ്ങൾക്ക് മിസ്സായത്? ഇപ്പൊ പറഞ്ഞില്ലേ കാന്റിലിവർ ബീമിന്റെ 31st ക്വസ്റ്റ്യൻ, അതാണ് ക്ലിയർ ആവാതെ. ഓക്കെ, ഞാനത് ഒന്നുകൂടെ പറയാം. So cantilever beam fixed at left end carries a UDL W per unit length over the left half portion and a point load W at the free end, and if L is the length of the beam, bending moment at the fixed end. So ഈ ഒരു കാന്റിലിവർ ബീമിന്റെ ആണെങ്കിൽ നമുക്ക്, നിങ്ങൾ വേറെ ആരെങ്കിലും സ്ക്രീനിൽ പണിയുന്നുണ്ടോ? ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, കാന്റിലിവർ ബീമിന്റെ ഫിക്സഡ് സപ്പോർട്ടിലെ മൊമെന്റ് എന്ന് പറയുന്നത് UDL കൊണ്ട് വരുന്ന മൊമെന്റ്. സോ UDL W ആണ്. W ടോട്ടൽ ലോഡ് W ഇൻറ്റു L/2. ഓക്കെ, W ഇൻറ്റു L/2. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് പറയുന്നത് L/4 ആക്ട് ചെയ്യുന്നത്. സോ W ഇൻറ്റു L/2 ഇൻറ്റു L/4 പ്ലസ് കോൺസെൻട്രേറ്റഡ് ലോഡ് കൊണ്ട് വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് WL ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് WL പ്ലസ് WL²/8. ഓക്കെ, WL പ്ലസ് WL²/8 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നുമില്ല, തന്നിരിക്കുന്ന ലോഡ് കൊണ്ട് ഫിക്സഡ് സപ്പോർട്ടിലേക്കുള്ള മൊമെന്റ് കാണുക. ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറൊരു മെത്തേഡിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ മാത്രം മതി. ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു L ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, WL പ്ലസ് WL²/8. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ റിഡൻഡന്റ് ഫ്രെയിം, if the number of members is M and the number of joints is J, then which of the following relations will be satisfied? ഓക്കെ, സോ ഒരു റിഡൻഡന്റ് ഫ്രെയിം ആണെങ്കിൽ ഇതിനകത്ത് ഏത് കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? M greater than 2J minus 3, M less than 2J minus 3. This is M less than 2J minus 3, M greater than 2 into J minus 3. സോ ഏതാണ് റിഡൻഡന്റ് ഫ്രെയിം ആണെങ്കിൽ കറക്റ്റ് ആൻസർ? ട്രസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റിഡൻഡന്റ് ഫ്രെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 2J minus 3 ആണ്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ, M greater than 2J minus 3. റിഡൻഡന്റ് ഫ്രെയിം ആണ് ചോദിച്ചിരിക്കുന്ന ഒരു ട്രസിന്റെ കേസ് ആയിരുന്നു. ട്രസ് ആണെങ്കിൽ M = 2J minus 3 ആണ് ഒരു പെർഫെക്റ്റ് ട്രസിന്റെ ഇക്വേഷൻ. പെർഫെക്റ്റ് മീൻസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആവാനുള്ള ട്രസിന്റെ കണ്ടീഷൻ ഇതാണ്, M = 2J minus 3. ഇനി റിഡൻഡന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആവണമെങ്കിൽ M greater than 2J minus 3 ആണ് റിഡൻഡന്റ് ട്രസിന്റെ ഇക്വേഷൻ. ഇനി M less than 2J efficient ട്രസ് എന്ന് പറയും. M less than 2J minus 3 ആണെങ്കിൽ, M greater than 2J minus 3 ആണെങ്കിൽ റിഡൻഡന്റ് ട്രസ് അല്ലെങ്കിൽ റിഡൻഡന്റ് ഫ്രെയിം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ കാന്റിലിവർ ബീം ഓഫ് ലെങ്ത് L, the shear force diagram is a rectangle of size P into L, then the value of maximum bending moment. ഒരു കാന്റിലിവർ ബീമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ റെക്ടാങ്കിൾ ഷേപ്പ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്ന റെക്ടാങ്കിൾ
ഷേപ്പ് ആണ് ഓഫ് സൈസ് പി ഇൻറ്റു എൽ. സോ ഇങ്ങനെ ഒരു ക്യാൻഡിലിവർ ബീമിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ലോഡിംഗ് കണ്ടീഷൻ എന്തായിരിക്കും? അതായത് ത്രൂ ഔട്ട് ബീമിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നെങ്കിൽ ലോഡിംഗ് ഡയഗ്രാം എങ്ങനെയായിരിക്കണം? ക്യാൻഡിലിവറിന്റെ ഫ്രീ എൻഡിലായിരിക്കണം ലോഡ് വരുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്ന പി. ഫ്രീ എൻഡിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കിയാലും സെയിം ഫോഴ്സ് തന്നെയാണ് പി വരുന്നത്. ഓക്കെ, അപ്പൊ ഫിക്സഡ് സപ്പോർട്ട് വന്നിട്ട് സെക്ഷൻ എടുത്തിട്ട് അവിടുത്തെ ഷിയർ ഫോഴ്സ് നോക്കിയാലും പി ആണ്. സോ ആ കേസിലാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് റെക്ടാംഗിൾ ആവുന്നത് പി ഇൻറ്റു എൽ. സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും? പി കൊണ്ട് ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് പി ഇൻറ്റു എൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, പി ഇൻറ്റു എൽ. അടുത്തത് എ 3-hinged parabolic arch of span 20 meter and central rise 4 meter is UDL is loaded with a 4 kilonewton concentrated load at 4 meter from the left end support, horizontal thrust at the left end support. So idum archinte question aanu. 3-hinged parabolic arch. It is subjected to a concentrated load 4 kilonewton concentrated load at a distance 4 meter from left support. Left support in the 4 meter മാറിയിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്. സോ 4 meter മാറി ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് 4 kilonewton ആക്ട് ചെയ്യുന്നു. സോ ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതിന്റെ വെർട്ടിക്കൽ റിയാക്ഷൻ VA ആൻഡ് VB കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, VA ആൻഡ് VB കാൽക്കുലേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ റിയാക്ഷൻ എക്സെൻട്രിക് ലോഡിംഗ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എക്സെൻട്രിക് ലോഡിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെർട്ടിക്കൽ റിയാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നത്? എക്സെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എക്സെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ W ഇവിടെ ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B ആണെങ്കിൽ VA എന്ന് പറയുന്നത് WB/L ആൻഡ് VB എന്ന് പറയുന്നത് WA/L ആയിരിക്കും. ഓക്കെ, അത് വെച്ച് അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. സപ്പോർട്ട് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? മൊമെന്റ് അബൌട്ട് ക്രൗൺ പോയിന്റ് എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മൊമെന്റ് അബൌട്ട് ക്രൗൺ പോയിന്റ് എടുക്കുക. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് C 2 kilonewton ആണ്. ഓക്കെ, സോ അത് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അത് സോൾവ് ചെയ്യുന്നില്ല. പ്രൊസീജിയർ മനസ്സിലായില്ലേ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? ഹലോ മിസ് ഒന്നും കൂടി ഒന്ന് പറയോ? പറയാം. ത്രീ-ഹിഞ്ച്ഡ് പരാബോളിക് ആർച്ചിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ ആർച്ചിന്റെ ഷേപ്പ് വരുന്നത് എങ്ങനെയാണ്? അതിനകത്ത് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ്. സോ ലോഡ് നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ മേളിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് ലോഡ് മാർക്ക് ചെയ്യുക. സോ ഇതിനകത്ത് വരുന്ന ലോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 4 meter ഡിസ്റ്റൻസ് മാറി, ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 4 meter ഡിസ്റ്റൻസ് മാറി ഒരു 4 kilonewton ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 4 kilonewton ലോഡ്. സോ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൊമെന്റ് അബൌട്ട് പോയിന്റ് C എടുക്കണം. ഓക്കെ, മൊമെന്റ് അബൌട്ട് പോയിന്റ് C എടുത്താലാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടുള്ളൂ. സോ പോയിന്റ് സിയിലേക്ക് മൊമെന്റ് എടുക്കണമെങ്കിൽ നമ്മളറിയാം, മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് മൊമെന്റ് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. ദെൻ ഇക്വേറ്റ് ഇറ്റ് ടു 0. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കണമെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കണമെങ്കിലും വി ഷുഡ് നോ ദ വാല്യൂ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ. ഇവിടുത്തെ റിയാക്ഷൻ VA ആൻഡ് VBയുടെ വാല്യൂ കിട്ടണം. സോ VA ആൻഡ് VB കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് അതുപോലെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുക. ഇവിടുന്ന് 4 meter ഡിസ്റ്റൻസ് മാറി ഒരു 4 kilonewton ലോഡ് അപ്ലൈ ചെയ്യുക. ടോട്ടൽ സ്പാൻ 20 meter ആണ്. 4 meter കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 16 meter ഉണ്ട്. 16 meter ആണ് ഇവിടെ വരുന്ന ബാക്കി. സോ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സപ്പോർട്ടിലേക്ക് മൊമെന്റ് എടുത്ത് ഇക്വേറ്റ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ VA ആൻഡ് VB കിട്ടും. സോ VA ആൻഡ് VB കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ മൊമെന്റ് അബൌട്ട് C എടുക്കുക. മൊമെന്റ് അബൌട്ട് C എടുക്കുമ്പോഴാണ് നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടുന്നത്. ഇവിടെ H കാണും, ഇവിടെ VB കാണും. ഈ സിയുടെ അവിടെ ഒരു സെക്ഷൻ വരയ്ക്കുക. അതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് മൊമെന്റ് എടുക്കുക. സോ റൈറ്റ് സൈഡിൽ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ വരുന്നത് σmc - VB ഇൻറ്റു ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് മിഡ് സ്പാൻ ആയിരിക്കും. സോ ടോട്ടൽ സ്പാൻ 20 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് 10 meter ആണ്. സോ -VB ഇൻറ്റു 10 പ്ലസ് H ഇൻറ്റു റൈസ് എന്ന് പറയുന്നത് 4 meter തന്നിട്ടുണ്ട്. H ഇൻറ്റു 4 meter. ഓക്കെ,
then equal to 0. സിഗ്മ എം സി ആണ് എടുക്കുന്നത്, ഇവിടുത്തെ മൊമെന്റ് 0 ആണ്. സോ വി ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കാൽക്കുലേറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ എച്ച് കിട്ടുന്നത് 2 കിലോ ന്യൂട്ടൺ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, a suspension cable of span 120 meter is loaded with a uniformly distributed load of 25 kilonewton per meter for the entire length. If the maximum tension in the cable is limited to 5000 kilonewton, the minimum central dip required is. So ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സസ്പെൻഷൻ കേബിളിന്റെ സ്പാൻ 120 മീറ്റർ തന്നിട്ടുണ്ട്, സബ്ജക്ട് ടു UDL 25 kilonewton per meter for entire length ആണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന മാക്സിമം ടെൻഷൻ ആണ്. സോ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് 5000 kilonewton ആണ്. സോ മിനിമം സെൻട്രൽ ഡിപ്പ്, അതിന്റെ സെൻട്രൽ ഡിപ്പ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം ഇത് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ വേണം. സ്റ്റെപ്പ് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിത് സോൾവ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാട്ടോ ആൻസർ. സോ ഇതാണ് കേബിളിനകത്ത് UDL ആണ് ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നത്, UDL ആക്ട് ചെയ്യുന്നു. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ഡിപ്പ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, UDLന്റെ വാല്യൂ തന്നിട്ടുണ്ട് 25, ടോട്ടൽ സ്പാൻ തന്നിട്ടുണ്ട് 120 മീറ്റർ, L ഈക്വൽ ടു 120 മീറ്റർ തന്നിട്ടുണ്ട് സ്പാൻ. പിന്നെ തന്നിട്ടുള്ളത് മാക്സിമം ടെൻഷൻ ആണ്. സോ ഞാൻ കേബിളിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു മാക്സിമം ടെൻഷൻ എപ്പോഴും എവിടെയാണ് വരുന്നത്? മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ടിലായിരിക്കും. സോ സപ്പോർട്ടിൽ വരുന്ന മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഈക്വൽ ടു √of V സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ് മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത്. V എന്ന് പറയുന്നത് സപ്പോർട്ടിൽ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. സോ ആദ്യം ഇതിന്റെ വെർട്ടിക്കൽ റിയാക്ഷൻ, സപ്പോർട്ടിൽ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക. വെർട്ടിക്കൽ റിയാക്ഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ WL/2 ആണ് രണ്ട് എൻഡിലും വരുന്ന സപ്പോർട്ട് റിയാക്ഷൻ. WL/2 വെച്ച് സപ്പോർട്ട് റിയാക്ഷൻ കിട്ടും. ടെൻഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ അത് വെച്ച് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സെൻട്രൽ ഡിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രൽ ഡിപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എച്ചിന്റെ വാല്യൂ വേണം. ടെൻഷൻ തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ടെൻഷൻ കൊണ്ട് എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് സെൻട്രൽ ഇവിടെ ഇങ്ങനെ ഇൻവേർട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എച്ച്. സോ എച്ചിന്ന് സെൻട്രൽ ഡിപ്പ് കിട്ടാൻ വേണ്ടി ഈ പോയിന്റ്, അതായത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിലേക്ക് മൊമെന്റ് എടുക്കുക. മൊമെന്റ് എടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് കിട്ടും. ഓക്കെ, സോ ഞാനത് സോൾവ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാട്ടോ. ഒരു പേപ്പറിൽ സോൾവ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാം, ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം AB of span L, a point load P is moving from left to right at a section point 3L from A. The maximum bending moment is. ഇത് ILD ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ILD ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ L, a load P is moving from left to right ആണെങ്കിൽ at a section point 3L മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ILD ഫോർ ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാം വരയ്ക്കുക. അറ്റ് സെക്ഷൻ സിയിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇതാണ്. സോ ഇതിന്റെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് Z ഇൻറ്റു L മൈനസ് Z/L ആണ് മാക്സിമം ഓർഡിനേറ്റ് ഫോർ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് Z തന്നിട്ടുണ്ട്. ഏത് സെക്ഷനിലെയാണ് ILD ചോദിച്ചിട്ടുള്ളത്? പോയിന്റ് 3L ആണ്. ഓക്കെ, സോ ഇസഡിന് പോയിന്റ് 3L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പോയിന്റ് 3L ഇൻറ്റു L മൈനസ് പോയിന്റ് 3L ഡിവൈഡഡ് ബൈ L. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 1 മൈനസ് 0.3 ചെയ്താൽ 0.7 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് 0.21 ആണ്. സോ ഇവിടുത്തെ ഓർഡിനേറ്റിന്റെ വാല്യൂ 0.21L ആണ് ഓർഡിനേറ്റിന്റെ വാല്യൂ. ഈ ഓർഡിനേറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പോയിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് ലോഡ് ആയതുകൊണ്ട് ലോഡ് ഇൻറ്റു ഓർഡിനേറ്റ് ആണ് ILDയിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. സോ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് P ആണ്. സോ P ഇൻറ്റു 0.21L. സോ ആൻസർ എന്ന് പറയുന്നത് 0.21 PL ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂസ് ഓഫ് ഫ്ലെക്സുറൽ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, മിസ് കേൾക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂസ് ഓഫ് flexural rigidity EI and length L for the members AB and BC of the rigid frame ABC are equal.
The joint B is rigid and the included angle between AB and BC at B is 90 degree and the ends A and C are fixed. When a moment M is applied to the joint B, the rotation of the joint B ലെ rotation ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. അല്ലാതെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ് പറയാം. സോ ചോദിച്ചിരിക്കുന്നത് ഫ്രെയിം ആണ്, രണ്ട് എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഫ്രെയിം ആണ്. ഓക്കെ, ഫ്രെയിം എ ബി സി, എ ബിയും ബി സിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇ ഐ ആൻഡ് എൽ അതിന്റെ ഫ്ലെക്ഷ്വൽ റിജിഡിറ്റിയും ലെങ്ത്തും രണ്ട് മെമ്പറിനും സെയിം ആണ് തന്നിട്ടുണ്ട്. പിന്നെ when a moment M is applied at joint B യിൽ അപ്ലൈ ചെയ്ത മൊമെന്റ് എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, ജോയിന്റ് ബിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മൊമെന്റ് M ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജോയിന്റ് ബിയിലുള്ള റൊട്ടേഷൻ ആണ്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് K ഈക്വൽ ടു ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. അതായത് M ബൈ തീറ്റയാണ് സ്റ്റിഫ്നെസ് ഓഫ് എ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റിജിഡ് ജോയിന്റിൽ ഒരു യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഫോഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ മൊമെന്റ് എത്രയാണ്, അതിന്റെ സ്റ്റിഫ്നെസ്. ഇവിടെ ഒരു യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്തിട്ടാണ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെമ്പറിൽ വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L ഉം അതുപോലെ കോളത്തേൽ വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് സെയിം തന്നെ 4EI/L ആണ്. ഓക്കെ, സ്റ്റിഫ്നെസിന്റെ വാല്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത്, K വാല്യൂ. സോ ഈ ഒരു ജോയിന്റിൽ വരുന്ന സം ഓഫ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 8EI/L ആണ്. അതായത് K ഈക്വൽ ടു 8EI/L ആണ്. സ്റ്റിഫ്നെസ് ഈക്വൽ ടു 8EI/L വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എപ്പോഴും സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് മൊമെന്റ് ഡിവൈഡഡ് ബൈ റൊട്ടേഷൻ ആണ്, മൊമെന്റ് ബൈ തീറ്റയാണ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, തീറ്റ ഈക്വൽ ടു ML/8EI. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിഫ്നെസ് അറിയാമെങ്കിൽ ML/8EI ആണ് തീറ്റ, അവിടുത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിലുണ്ട് ML/8EI. 58ന്റെ ആൻസർ ML/8EI ആണ് ആ ജോയിന്റിൽ വരുന്ന റൊട്ടേഷൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 59. ദ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഈസ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൻ ഈക്വിലിബ്രിയം ഇക്വേഷൻ, എ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ, ആൻ എക്സ്പ്രഷൻ ഫോർ ഷിയർ ഫോഴ്സ്, ആൻ എക്സ്പ്രഷൻ ഫോർ മെമ്പർ എൻ മൊമെന്റ്. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൻ എക്സ്പ്രഷൻ ഫോർ മെമ്പർ എൻ മൊമെന്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്നാണ്, അത് തെറ്റാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഒരിക്കലും ഇക്വിലിബ്രിയം അല്ല. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ ഫോർ മെമ്പർ എൻഡ് മൊമെന്റ് ആണ്. MAB എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. MAB എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു മെമ്പറിലെ എൻഡ് മൊമെന്റ് ആണ്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഫോർ എൻ മൊമെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, the stiffness matrix for simply supported beam of span L and flexural rigidity EI with clockwise rotational arrows at ഒരു simply supported beamന്റെ രണ്ട് എൻഡിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം വരുന്ന ബീമിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ത് വരും? 2EI/L into 2 1 1 2. So this will be the correct answer. സാധാരണ നമ്മൾ സ്റ്റിഫ്നെസ് എഴുതുന്നത് എങ്ങനെയാ? 4EI/L then 2EI/L, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് പഠിച്ചു വെക്കുന്നത്. then 2EI/L then 4EI/L. ഓക്കെ, ഒരു ബീമിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിഫ്നെസ് ആണ് 4EI/L, 2EI/L, 2EI/L, 4EI/L. സോ ഇതിനകത്ത് 2EI/L പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നത് 2 1 1 2. So this will be the correct answer. Okay, so ഇത്രയാണ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ആ സസ്പെൻഷൻ കേബിളിന്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, സോ പിന്നെ ഞാൻ ഇന്നത്തോടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ഇന്നാണ് നിങ്ങളുടെ. പറഞ്ഞോളൂ. ഹലോ,
ഹലോ കേക്കാവോ? ഹലോ ഹലോ മിസ് കേൾക്കാം. ആഹാ. സോ നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്, ഈ ഒരു ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇന്ന്. സോ നിങ്ങൾ പഠിക്കുമ്പം പ്ലാൻ ചെയ്ത് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. PSCക്ക് പഠിക്കുമ്പോൾ അതുപോലെ തന്നെ എക്സാമിന് ഒരു മാസം മുന്നേ നിങ്ങളുടെ തിയറി പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റത്തെ ഒരു 1 മന്ത് ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ടൈമിൽ എഴുതുമ്പോൾ സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ, എത്ര നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നോ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ലാസ്റ്റത്തെ ഒരു 1 മന്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സോൾവ് ചെയ്ത് പഠിക്കുക. അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിയറി ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. ഓക്കെ, സോൾവ് ചെയ്യാതെ പോകരുത് ഒരിക്കലും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തനിയെ ഇരുന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഏത് മെത്തേഡ് എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുള്ളൂ. അല്ല നമ്മൾ തിയറി കുറെ വായിച്ച് പഠിച്ചാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എങ്ങനെ ആ തിയറി അപ്ലൈ ചെയ്യണമെന്ന് ചിലപ്പോൾ കിട്ടില്ല. സോ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹലോ, അലീനയാണോ? അല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു.